നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ക്ലാസിക്കൽ റവല്യൂഷൻ എന്താണെന്നാണ്. പിന്നെ അതിനുശേഷം പ്രൊഡക്ഷനാണ് പറഞ്ഞത്. അതായത് ക്ലാസിക്കൽ മോഡൽ ഓഫ് എംപ്ലോയ്മെൻറ്റിൽ രണ്ട് കോമ്പോണൻ്റാണ്, ഒന്ന് പ്രൊഡക്ഷനും ഒന്ന് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പറഞ്ഞു, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡും എന്താണെന്ന് നോക്കാം. എംപ്ലോയ്മെൻറ്റ്. The amount of labor employed will be determined at the point where aggregate demand for labor is equal to aggregate supply of labor. ഒരു എക്കണോമിയിലെ ലേബർ എംപ്ലോയ്ഡിനെ എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയ്ഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ടോട്ടൽ, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബറും അഗ്രിഗേറ്റ് സപ്ലൈ ഓഫ് ലേബറും. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബറും അഗ്രിഗേറ്റ് സപ്ലൈ ഓഫ് ലേബറും ഈക്വലായിട്ട് വരുന്ന പോയിന്റിലാണ് ടോട്ടൽ ലേബർ എംപ്ലോയ്ഡിന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റ് വർക്ക്സ് വെൽ, ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽ വർക്ക്സ് ഒപ്റ്റിമൈസ്, ബോത്ത് ദി ഫേംസ് ആൻഡ് വർക്കേഴ്സ് ഹാവ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി പ്രൈസസ്, മണി വേജസ് ഈസ് അഡ്ജസ്റ്റഡ് ഓട്ടോമാറ്റിക്കലി ബൈ ദി മാർക്കറ്റ് ആൻഡ് ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് മാർക്കറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യും, മാർക്കറ്റ് വർക്ക്സ് വെൽ, ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽ വർക്ക്സ് ഒപ്റ്റിമൈസ്, ഫേംസിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും വർക്ക് ഒപ്റ്റിമൈസ് ആയിരിക്കും. ബോത്ത് ദി ഫേംസ് ആൻഡ് വർക്കേഴ്സ് ഹാവ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി പ്രൈസസ്. പ്രൈസസിനെ കുറിച്ചിട്ട് ഫേംസിനും അതേപോലെ തന്നെ വർക്കേഴ്സിനും പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജ് ആയിരിക്കും. മണി വേജസ് ഈസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ബൈ ദി മാർക്കറ്റ്. മണി വേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് തന്നെയായിരിക്കും. പിന്നെ ദർ എക്സിസ്റ്റ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. ഇനി ഫസ്റ്റ് കോമ്പോണൻ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെ പറയുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എന്താണെന്ന് നോക്കാം. ഡിമാൻഡ് ഫോർ ലേബർ ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ദി റിയൽ വേജസ്, ദാറ്റ് ഈസ് WIP. Here demand for labor is negatively related to real wage. This is because real wages are the cost of production for the firms. Therefore, an increase in real wages due to increase in wages will lead to an increase in the cost of production. ഇവിടെ എന്താണ് പറയുന്നത്, ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റിയൽ വേജായിട്ട് നെഗറ്റീവ് റിലേഷനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബിക്കോസ് വേജസ് അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വേജസ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ വേജസ് ഇൻക്രീസ് ചെയ്യുന്നത് പോലെ റിയൽ വേജസ് ഇൻക്രീസ് ചെയ്യുന്നു. റിയൽ വേജസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന വഴി ദിസ് ഇസ് ഇൻ ടേൺ വിൽ ഡിക്രീസ് ദി പ്രോഫിറ്റ് ഓഫ് എ ഫേം because profit is equal to revenue minus cost. Profit is equal to revenue minus cost. Due to decrease in the profit level, firm will demand less labor. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റിയൽ വേജുമായിട്ട് നെഗറ്റീവ് റിലേഷനാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വേജസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് റിയൽ വേജസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ റിയൽ വേജസ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, റവന്യൂ മൈനസ് കോസ്റ്റാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രോഫിറ്റ്, ആ ഫേമിൻ്റെ പ്രോഫിറ്റ് ഡിക്രീസ് ആവുന്നു. അപ്പോൾ പ്രോഫിറ്റ് ഡിക്രീസ് ആയ ഒരു ഫേം ഒരിക്കലും കൂടുതൽ ലേബർ ഡിമാൻഡ് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ അവർ ഡിമാൻഡ് ഫോർ ലേബർ ഡിക്രീസ് ചെയ്യും. That is, due to decrease in the profit level, firm will demand less labor. Profit decrease ചെയ്തപ്പോൾ firm will demand less labor. കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യില്ല, അവരുടെ ഡിമാൻഡ് ഫോർ ലേബർ അവർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഡിമാൻഡ് ഫോർ ലേബർ ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു റിയൽ വേജസ് എന്ന് പറയുന്നത്. റിയൽ വേജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ് കുറയുന്നു. പ്രോഫിറ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഡിമാൻഡ് ഫോർ ലേബർ ഡിക്രീസ് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫോർ ലേബറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ഫോർ ലേബർ ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു റിയൽ വേജസ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഡെറിവേഷനാണ് കാണിക്കുന്നത്. ഫേംസ് വിൽ ചൂസ് ദാറ്റ് ഔട്ട്പുട്ട് വിച്ച് വിൽ മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. ഫേംസ് വിൽ ഇൻക്രീസ് ദി ഔട്ട്പുട്ട് ടിൽ MC = MR. ഓരോ ഫേംസിനും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ ഫേംസും അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. സോ ദേ വിൽ ചൂസ് ദാറ്റ് ഔട്ട്പുട്ട് വിച്ച് വിൽ മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ടായിരിക്കും ഓരോ ഫേംസും ചൂസ് ചെയ്യുന്നത്. സോ ഫേംസ് വിൽ ഇൻക്രീസ് ദെയർ ഔട്ട്പുട്ട് ടിൽ MC = MR. ഈ MC = MR, ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു MR എന്ന് പറയുന്ന ഒരു ടൈമിലായിരിക്കും അവരുടെ ഫേംസ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അതുവരെ ആയിരിക്കും MC = MR ആവുന്നത് വരെ അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞു ഇതൊരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ അസംപ്ഷനിൽ പറഞ്ഞു. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ MR = P നമ്മൾ പറഞ്ഞാൽ MC = MR എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത് വരെയാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ MRന് പകരം P ആണ് അവിടെ കൊടുത്തത്. P എന്ന് പറയുന്നത് പ്രൈസ്. സോ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ MC = P.
മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആസ് ലേബർ ഈസ് ഓൺലി വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വേരിയബിൾ ആയിട്ടുള്ള, അതായത് ചേഞ്ചസ് വരുന്നത് ലേബറിന് മാത്രമാണ്. സോ ലേബർ ഈസ് ഓൺലി വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ എം സി ഈസ് എ മാർജിനൽ ലേബർ കോസ്റ്റ്, ദാറ്റ് ഈസ് MFC. ഈ MC അതായത് മാർജിനൽ കോസ്റ്റിനെ ലേബർ മാത്രമാണ് ഇവിടെ ഒരു വേരിയബിൾ ഫാക്ടർ ആയിട്ടുള്ളത്. അതുകൊണ്ട് MCയെ മാർജിനൽ ലേബർ കോസ്റ്റ്, അതായത് MFC എന്നാണ് ഇവിടെ പറയുന്നത്. വേർ MFC ഈക്വൽ ടു W/MPN. W is the money wage and MPN is the marginal product of labor. ഇവിടെ MFC എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു MC ആണ് MFC ആയിട്ട്, അതായത് ലേബർ മാത്രമാണ് വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് MCയെ MFC എന്നായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. MFC എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ MC ഈക്വൽ ടു P എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആണ്. MFC ഈക്വൽ ടു MC ഈക്വൽ ടു P ആണ്. സോ MFC ഈക്വൽ ടു W/MPN, ദാറ്റ് ഈസ് മണി വേജ് ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇനി ഈ MFC ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു MC എന്ന് പറഞ്ഞു. ഇനി ഇറ്റ് ഈസ് ഈക്വൽ ടു MC, നമ്മൾ നേരത്തെ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ MC ഈക്വൽ ടു P എന്ന് പറഞ്ഞു. ആ ഒരു ഇക്വേഷൻ എടുക്കുകയാണ് ഇവിടെ, ദാറ്റ് ഈസ് MC ഈക്വൽ ടു P ഫ്രം 2.2 ഇക്വേഷൻ എടുത്തു. സോ ഇനി ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? P ഈക്വൽ ടു W/MP എന്ന് എഴുതും. ദാറ്റ് ഈസ് MFC എന്ന് പറയുന്നത് P ആയിട്ട് എടുത്തു. അപ്പോൾ P ഈക്വൽ ടു W/MP എന്ന് കിട്ടി. ഇനി അതിൻ്റെ പൊസിഷൻ മാറ്റുമ്പോൾ W അങ്ങോട്ട് പോകുമ്പോൾ W/P ഈക്വൽ ടു MPN, ദാറ്റ് ഈസ് MPN. അതായത് ഇവിടെ മണി വേജ് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, റിയൽ വേജായി മാറുകയാണ് ചെയ്യുന്നത്. റിയൽ വേജ്, ദാറ്റ് ഈസ് W/P എന്ന് പറയുന്നത് റിയൽ വേജ് ഈസ് ഈക്വൽ ടു ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം അവരുടെ MC ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു MR എന്ന് പറയുന്ന ഒരു ഇത് വരുന്ന വരെ അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസിനോട് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ലേബർ മാത്രമാണ് ഒരു വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേരിയബിൾ ആയിട്ടുള്ള, അതായത് ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ട് തന്നെ MCയെ MFC ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് MFC ഈക്വൽ ടു W/MPN. W എന്ന് പറയുന്നത് മണി വേജ്, MPN മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അതിനെ ഒന്ന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുമ്പോൾ P ഈക്വൽ ടു W/MP എന്ന് കിട്ടും. അതിനൊന്ന് പൊസിഷൻ മാറ്റി എഴുതുമ്പോഴാണ് കിട്ടുന്നത് W/P ഈക്വൽ ടു MPN, അതായത് റിയൽ വേജ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് കിട്ടും. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ദാറ്റ് ഈസ് ലേബർ ഡിമാൻഡ് കർവ് ഫോർ എ ഫേം. ഇതൊരു ഫേമിൻ്റെയാണ് ലേബർ ഡിമാൻഡ് കർവ് പറയുന്നത്. ഇവിടെ X ആക്സിസിൽ യൂണിറ്റ് ഓഫ് ലേബറും Y ആക്സിസിൽ റിയൽ വേജസുമാണ് ഡെപിക്റ്റ് ചെയ്യുന്നത്. പിന്നെ W/P എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് റിയൽ വേജിനെയാണ്. അതേപോലെ തന്നെ ഈ ഒരു കർവ്, ദാറ്റ് ഈസ് MPN, ഇറ്റ് ഈസ് എ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കർവ്. ഇനി ദി ഫേം വിൽ മാക്സിമൈസ് ദിസ് പ്രോഫിറ്റ് ബൈ, നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് MPN ഈക്വൽ ടു WP, അതായത് റിയൽ വേജ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ വരുമ്പോഴാണ് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ if the firm employs less than OL, അതായത് ഈ OL സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ലേബർ യൂണിറ്റിനേക്കാൾ കുറവായിട്ട്, അതായത് OL1 ആയിട്ട് ഫേമിൽ ലേബർ അവർ എംപ്ലോയ് ചെയ്യുമ്പോൾ അവിടെ MPN ഈസ് ഗ്രേറ്റർ ദാൻ W/P. അതായത് ഈ OL സ്റ്റാർ എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ലേബറിനേക്കാൾ കുറവായിട്ട് ലേബർ അവർ എംപ്ലോയ് ചെയ്യുമ്പോൾ അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ വേജ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു റിയൽ വേജ് ആകുമ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ വരുന്നത്. പക്ഷേ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഗ്രേറ്റർ ദാൻ W/P ആണ്. അപ്പോൾ അവരെന്ത് ഇൻക്രീസ് ചെയ്യും? ദി ഫേം ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ബൈ ഹയറിങ് അഡീഷണൽ ലേബർ. അപ്പോൾ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കൂടുതലും റിയൽ വേജ് കുറവാണ്. അപ്പോൾ അവർ കൂടുതലായിട്ട് they will increase its profit by hiring additional labor. അവർ കൂടുതലായിട്ട് ലേബറെ എംപ്ലോയ് ചെയ്ത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ they will employ, so if it employs more than OL സ്റ്റാറിന് കുറവായിട്ട് എംപ്ലോയ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു വന്നത്. ഇനി OL സ്റ്റാറിന് കൂടുതലായിട്ട്, അതായത് L2 എമൗണ്ട് ഓഫ് ലേബർ അവർ എംപ്ലോയ് ചെയ്തെന്ന് വിചാരിക്കാം. L2 എമൗണ്ട് ഓഫ് എംപ്ലോയ് ചെയ്യുമ്പോൾ അവിടെ MPN ഈസ് ലെസ് ദാൻ റിയൽ വേജ്. അവിടെ എന്ത് ചെയ്യും? റിയൽ വേജ് കൂടും, മാർജിനൽ പ്രൊഡക്റ്റ് കുറയും. ഇവിടെ
മാർജിൻ പ്രൊഡക്റ്റ് കൂടും, റിയൽ വേജ് കുറയും. ഇവിടെ മാർജിൻ പ്രൊഡക്റ്റ് കുറയും, റിയൽ വേജ് കൂടും. അപ്പോഴും ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നില്ല. സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ MPN = W/P ആവണം. അപ്പോൾ അറ്റ് ദി പോയിൻറ്റ് OL സ്റ്റാർ, അതായത് ഈ OL സ്റ്റാർ, അതായത് ഈ റിയൽ വേജും OL സ്റ്റാർ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലേബറും എടുക്കുമ്പോൾ മാത്രമാണ് അവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ സ്യൂട്ടബിളായി മാറുന്നത്. അറ്റ് ഈസ് പോയിൻറ്റ് E, ദാറ്റ് ഈസ് MPN = W/P. ഈ പോയിൻറ്റ് ഇയിൽ വരുമ്പോഴാണ് അവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ വരുന്നത്. ദി ഫേം ക്യാൻ ഇൻക്രീസ് പ്രോഫിറ്റ് ബൈ ഡിക്രീസിങ് ദി നമ്പർ ഓഫ് ലേബർ എംപ്ലോയ്ഡ്. പറഞ്ഞു L2 എമൗണ്ട് ഓഫ് ലേബർ അവർ ചൂസ് ചെയ്യും. L1 ആയപ്പോൾ അവിടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് അഡീഷണൽ ലേബർ എംപ്ലോയ് ചെയ്യും. അപ്പോൾ L2 എമൗണ്ട് ഓഫ് എംപ്ലോയ് ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. സോ ദി ഫേം വിൽ ഇൻക്രീസ് ഹിസ് പ്രോഫിറ്റ് ബൈ ഡിക്രീസിങ് ദി നമ്പർ ഓഫ് എംപ്ലോയ്ഡ്. അപ്പോൾ അവർ അവരുടെ ലേബേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്ത് L1 L സ്റ്റാറിലേക്ക് എത്തും. അറ്റ് ദി പോയിൻറ്റ് വേർ ദി MPNഉം EL സ്റ്റാർ എന്ന് പറയുന്ന ഈ പോയിൻ്റ്, ഈ ഒരു കർവും ഈ ഒരു W/P എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിലാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആൻഡ് ഈ MPN എന്ന് പറയുന്ന ഈ MPN ഈസ് ദി ഡിമാൻഡ് കർവ് ഫോർ ലേബർ. ഈ ലേബറിൻ്റെ ഡിമാൻഡ് കർവാണ് MPN എന്ന് പറയുന്നത്. ആസ് MPN ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഇറ്റ് ഇംപ്ലൈസ് ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് ഇൻവേഴ്സ്ലി ഓൺ ദി ലെവൽ ഓഫ് റിയൽ വേജ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റിയൽ വേജ്. അപ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്, നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻഡിവിജ്വൽ ഫേംസിൻ്റെ ഡിമാൻഡ് കർവാണ്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിയിലെ എല്ലാ ഫേംസിൻ്റെയും ഡിമാൻഡ് കർവിൻ്റെ ഒരു സമ്മേഷനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ദി റിയൽ വേജസ് W/P. ഇത് തന്നെയാണ് ഒരു എക്കണോമിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ ഫേംസിൻ്റെയും ഡിമാൻഡ് കർവിൻ്റെ ഒരു സമ്മേഷനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ. ഇനി ഇറ്റ് ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു റിയൽ പ്രൈസായിട്ട് നെഗറ്റീവ് റിലേഷൻ ആണ്. Hence ND, that is aggregate demand curve, is the function of W/P, that is real wage. So aggregate demand curve is a function of real wage. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിലെ ഫസ്റ്റ് കോമ്പണൻ്റ് ആയ ഡിമാൻഡ് കർവ് ഫോർ ലേബർ പറഞ്ഞു, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് സപ്ലൈ ഓഫ് ലേബർ. അവിടെ ഡിമാൻഡ് ഫോർ ലേബറിൽ ഒരു നെഗറ്റീവ് റിലേഷനാണ്. ഈ സപ്ലൈ ഓഫ് ലേബർ ഈസ് പോസിറ്റീവ് റിലേഷൻ, ദാറ്റ് ഈസ് സപ്ലൈ ഓഫ് ലേബർ ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ദി റിയൽ വേജസ് W/P. ഇവിടെ റിയൽ വേജസ് ആയിട്ട് സപ്ലൈ ഓഫ് കർവിന് പോസിറ്റീവ് റിലേഷനാണ്. ഡിമാൻഡിൽ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ സപ്ലൈയിൽ പോസിറ്റീവ് റിലേഷനാണ്. ദിസ് ഈസ് ബിക്കോസ് വേജസ് ആർ ദി ഇൻകംസ് ഓഫ് ദി ലേബറേഴ്സ്. ഇൻക്രീസ് ഇൻ വേജസ് ഇംപ്ലൈസ് ഇൻക്രീസ് ഇൻ ഇൻകം. Therefore, a laborer is willing to work more at higher wages. Thus, the supply curve of labor is positively sloped. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ സപ്ലൈ കർവ് ഓഫ് ലേബർ ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു റിയൽ വേജസ് എന്ന് പറഞ്ഞു. അതായത് റിയൽ വേജസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വേജസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻകമാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. Therefore, a laborer is willing to work more at higher wages. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഹയർ വേജസിൽ അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ സപ്ലൈ കർവ് ഓഫ് ലേബർ ഈസ് പോസിറ്റീവ്ലി സ്ലോപ്പ്. അതായത് റിയൽ വേജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. കൂടുതൽ ഇൻകം കിട്ടുമ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ അവർ വില്ലിംഗ് ആയിട്ട് വരും. സോ ആസ് റിയൽ വേജസ് ഇൻക്രീസസ്, ദി സപ്ലൈ ഓഫ് ലേബർ ഓൾസോ ഇൻക്രീസസ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ സപ്ലൈ ഓഫ് ലേബർ ഈസ് പോസിറ്റീവ് റിലേറ്റഡ് ടു റിയൽ വേജസ്. ഇനി സപ്ലൈ കർവ് ഓഫ് ലേബർ, ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് ഓഫ് ലേബർ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ലേബർ സപ്ലൈ കർവ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഇൻകം ലെഷർ ട്രേഡ് ഓഫ് കർവ് വിച്ച് ഷോസ് ദി ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ലെഷർ ആൻഡ് വർക്ക്. ഇത് ഈ ലേബർ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുന്നത് ഇൻകം ലെഷർ ട്രേഡ് ഓഫ് കർവിൽ നിന്നാണ്. അതായത് വിച്ച് ഷോസ് ദി ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ലെഷർ ആൻഡ് വർക്ക്. ലെഷർ എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈമും അതായത് ലെഷർ ടൈമും വർക്ക് ടൈമും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം ലെഷർ ട്രേഡ് ഓഫ് കർവിൽ നിന്നാണ് ലേബർ സപ്ലൈ കർവ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയെന്ന് നോക്കാം. ഈ ഫസ്റ്റ് കർവിലെ എക്സ് ആക്സിസ് ഷോസ് ഹവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് വൈ ആക്സിസിൽ റിയൽ ഇൻകം. ഈ പോയിൻറ്റ് എ എന്ന് പറയുന്നത് 24 hour ആണ് കേട്ടോ. ഇതുവരെ
24 ഹവറാണ് പോയിൻറ്റ് എ വരെ ഉള്ളത്. ഇനി ഇവിടെ പറയുന്നത് റിയൽ ഇൻകം ഈസ് ഈക്വൽ ടു റിയൽ വേജസ് ഇൻറ്റു നമ്പേഴ്സ് ഓഫ് ഹവർ വർക്ക്സ്. ഇവിടെ റിയൽ ഇൻകം എന്ന് പറയുന്നതാണ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഹവേഴ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ് ഇവിടെ. ഇത് ഒരു 9 hours ഓഫ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റിയൽ ഇൻകം എന്ന് പറയുന്നത് 45 ആണ്. 45 ആണ് ഇൻകം കിട്ടുന്നത്. ഇനി ഒരു അവർ കൂടുതലായിട്ട് ഒരു ലെഷർ ടൈം അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ 8 hour വർക്ക് ചെയ്ത് അവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 32 ആണ്. 6 hour വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം പറയുന്നത് 12. അതായത് ഇവിടെ പറഞ്ഞ പോലെ റിയൽ വേജസ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ്. ഇവിടെ 9 hour വർക്ക് ചെയ്യുമ്പോൾ അവരുടെ റിയൽ വേജ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 9 × 5 = 45. അതേപോലെ 8 hour വർക്ക് ചെയ്യുമ്പോൾ അവരുടെ റിയൽ ഇൻകം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 8 × 4 = 32. ആൻഡ് 6 hour വർക്ക് ചെയ്യുമ്പോൾ അവരുടെ റിയൽ വേജ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 6 × 12. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതേപോലെ തന്നെ പറയുകയാണെങ്കിൽ 6 hour അവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അപ്പോൾ അവിടെ കിട്ടുന്നത് റിയൽ ഇൻകം എന്ന് പറയുന്നത് 12 ആണ്. ഇഫ് ദി റിയൽ വേജസ് റിയൽ വേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ടൈം 32 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ 8 hour, അതായത് അവർ 2 hour ലെഷർ ടൈം അവർ സാക്രിഫൈസ് ചെയ്ത് 2 hour കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്യാൻ റെഡിയാവാണ്. പിന്നെ റിയൽ ഇൻകം 45 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ 8 നിന്ന് ഒരു അവർ കൂടി അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് 9 hour വർക്ക് ചെയ്യാൻ അവർ വില്ലിങ് ആയിട്ട് വരാണ്. അപ്പോൾ ഇവിടെ 3 ഇൻഡിഫറൻസ് കർവാണ് കൊടുത്തിട്ടുള്ളത്. U1, U2, U3 എന്ന് പറയുന്നത്. U1 എന്ന് പറയുന്നത് 6 hour വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതും 8 hour വർക്ക് ചെയ്യുമ്പോൾ U2, 9 hour വർക്ക് ചെയ്യുമ്പോൾ U3. അപ്പോൾ ഈ 9 hour വർക്ക് ചെയ്യുമ്പോൾ റിയൽ ഇൻകം 45 കിട്ടുമ്പോൾ അവിടെയാണ് ഹയസ്റ്റ് ഈ ഇൻഡിഫറൻസ് കർവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻകം ലെഷർ ട്രേഡ് ഓഫ്, നമ്മൾ പറഞ്ഞു ഇൻകം ലെഷർ ട്രേഡ് ഓഫ് കർവിൽ നിന്നാണ് സപ്ലൈ ഓഫ് ലേബർ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇൻഡിഫറൻസ് കർവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പോയിൻറ്റും. ഇനി നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ലേബർ സപ്ലൈ കർവ്. നെക്സ്റ്റ് ഗ്രാഫാണ് ലേബർ. നമ്മൾ ഇങ്ങനെ ഒരു ഇൻകം ലെഷർ ട്രേഡ് ഓഫിൽ നിന്ന് ലേബർ സപ്ലൈ കർവ് ഡിറൈവ് ചെയ്ത ലേബർ സപ്ലൈ കർവാണ് നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞത് 0.986 ആയിരുന്നു. അതായത് അവേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറഞ്ഞു വരികയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് കൂടി വരികയാണ്. 0.689 ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അറ്റ് 6 hours ഓഫ് വർക്കിൽ ഇവിടെ റിയൽ വേജ് 2 ആയിരുന്നപ്പോൾ 6 hour ഓഫ് വർക്ക് അവർ ചെയ്യാൻ റെഡി ആയിട്ട് വരികയാണ്. ഇനി റിയൽ ഇൻകം 4 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ അവർ 8 hour ഓഫ് വർക്ക് റെഡിയായി. റിയൽ ഇൻകം 5 ആയപ്പോൾ 9 hour ഓഫ് വർക്ക് ചെയ്യാൻ അവർ റെഡി ആയിട്ട്. ഈ NS എന്ന് പറയുന്നത് ഈ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കർവാണ്. അതായത് റിയൽ വേജ് ഇൻക്രീസ് ചെയ്യുന്നത് പോലെ 2 നിന്ന് 4 ആയും 4 നിന്ന് 5 ആയപ്പോൾ അവരുടെ വർക്ക് ടൈം ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്ലോപ്പിംഗ് കർവ്. ആൻഡ് അറ്റ് ലോവർ ഇൻകം ലെവൽ ലേബേഴ്സ് പ്രിഫർ വർക്ക് ടു ലെഷർ. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം എഫക്റ്റ്. ലോവർ ഇൻകം ലെവലാകുമ്പോൾ ലേബർ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ അവരുടെ ലെഷർ ടൈം സാക്രിഫൈസ് ചെയ്ത് കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതായത് ഇവിടെ വേജ് 2 ആയിരുന്നപ്പോൾ ഒരു 6 hour ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കൂടുതലായിട്ട് അവരുടെ വർക്ക് അവർ കൂട്ടിയിട്ട് 6 നിന്ന് 8 ആക്കിയിട്ട് അവർ അവിടെ റിയൽ വേജ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. പിന്നെയും 8 നിന്ന് 9 ആക്കിയിട്ട് അവർ റിയൽ വേജ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അതായത് ലോവർ ലെവൽ ഓഫ് ഇൻകം ആയിരുന്നപ്പോൾ അവരുടെ ഫ്രീ ടൈം, അതായത് ലെഷർ ടൈം സാക്രിഫൈസ് ചെയ്ത് കൂടുതലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം എഫക്റ്റിനൊക്കെ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റാണ് വന്നത്. അവരുടെ ലെഷർ ടൈം വർക്കിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എക്സ്ട്രീംലി ഹയർ ഇൻകം ലെവൽ ലേബർ പ്രിഫേഴ്സ് ലെഷർ ടു വർക്ക്. കൂടുതലായിട്ട് ഇൻകം കിട്ടുന്ന ലെവലെത്തിയപ്പോൾ, അതായത് കൂടുതലായിട്ട് ഇൻകം കിട്ടുന്ന ലെവലെത്തിയപ്പോൾ അവരുടെ വർക്ക് ടൈം ലെഷർ ടൈമിന് വേണ്ടി കുറച്ചു. അതായത് കൂടുതലായിട്ട് ലെഷർ ടൈം അവർ പ്രിഫർ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഇൻകം എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതുകൊണ്ടാണ്
ഇവിടെ ഗെറ്റ് ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബർ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് കിട്ടാനുള്ള കാരണം. അതായത് കൂടുതലായിട്ട് ഇൻകം കിട്ടിയപ്പോൾ അവരവരുടെ വർക്ക് ഹവേഴ്സ് കൂടുതൽ എക്സ്ട്രാ ടൈമിന് വേണ്ടി അവർ പ്രിഫർ ചെയ്തു. അതുകൊണ്ടാണ് അവിടെ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബർ കിട്ടുന്നത്. ഹൗവർ എക്സ്ട്രീംലി ഹൈ വേജസ് ആർ റെയർ. Therefore, it is assumed that the aggregate labor supply curve has a positive slope is strong enough to offset the IE, അതായത് ഇൻഡിഫറൻസ് കർവ്. ഈ എക്സ്ട്രീമിൽ ഹൈ വേജസ് എന്ന് പറയുന്നത് റെയർ ആണ്, അതായത് വേജസ് എപ്പോഴും ലോ ആയിരിക്കും. സോ ദർഫോർ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദി അഗ്രിഗേറ്റ് ലേബർ സപ്ലൈ കർവ് ഹാസ് എ പോസിറ്റീവ് സ്ലോപ്പ്. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ലേബർ സപ്ലൈ കർവ് കൂടുതലായിട്ട് അവർ ഇൻകം കിട്ടാൻ കൂടുതലായിട്ട് ഒരു കാരണം ഇൻകം എന്ന് പറയുന്നത് അവർക്ക് എത്ര കിട്ടാലും മതിയാവാത്തതായതുകൊണ്ട് കൂടുതലായിട്ട് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവർ ലെഷർ ടൈം സാക്രിഫൈസ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ പോസിറ്റീവ് സ്ലോപ്പിംഗ് കർവായിട്ട് കിട്ടുന്നത്. ഇനി ഇതാണ് ഒരു ഇൻഡിവിജ്വൽ ലേബർ സപ്ലൈ കർവ് എന്ന് പറഞ്ഞു. ഇനി അഗ്രിഗേറ്റ് ലേബർ സപ്ലൈ കർവ്. നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് പറഞ്ഞു. ഒരു എക്കണോമിയിലെ എല്ലാ ഫേമിൻ്റെയും ഡിമാൻഡ് ഉള്ള സമ്മേഷനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതേപോലെ തന്നെ ഒരു എക്കണോമിയിലെ എല്ലാ ഫേംസിൻ്റെയും ലേബർ സപ്ലൈ കർവിൻ്റെ സമ്മേഷനാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഓഫ് ലേബർ. It is a horizontal summation of whole individual labor supply curves. It gives the total labor supply for each level of real wages. It is positively related to real wage. ഇപ്പോൾ പറഞ്ഞതിൻ്റെയാണ് എല്ലാ ഇൻഡിവിജ്വൽ സപ്ലൈ കർവ്സിൻ്റെയും ഒരു സമ്മേഷനാണ്. ഇറ്റ് ഗിവ്സ് ദ ടോട്ടൽ ലേബർ സപ്ലൈ അറ്റ് ഈച്ച് ലെവൽ ഓഫ് റിയൽ വേജ്. ഓരോ ലെവൽ ഓഫ് റിയൽ വേജിൻ്റെയും, അതായത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഓരോ ലെവൽ ഓഫ് റിയൽ വേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ടോട്ടൽ ലേബർ സപ്ലൈഡിൻ്റെയും ഒരു ഗ്രാഫാണ്, ഒരു കർവാണ് ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് സപ്ലൈ കർവ്, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു റിയൽ വേജ്. അതായത് ഇത് പോസിറ്റീവ് റിലേഷനാണ്, ഡിമാൻഡ് കർവ് നെഗറ്റീവ് റിലേഷനാണ്. ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. അതായത് ഡിമാൻഡ് പ്രൊഡക്ഷൻ പഠിച്ചു, പിന്നെ അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബറും ഡിമാൻഡ് ഫോർ ലേബറും. ഇനി ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്.